ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തന്നെയാണ്. ഇന്നലെ ഫസീലാൻ്റെ മരണത്തെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞു കാണും. ഈ ഫസീല എന്ന് പറയുന്ന ഒരു 23 വയസ്സുകാരി, വെറും 23 വർഷം മാത്രമേ അവൾക്ക് ഈ ഭൂമിയിൽ തുടരാൻ കഴിഞ്ഞുള്ളൂ. 10 മാസം പ്രായമുള്ള കുഞ്ഞിനെ ഓർക്കാതെ അവൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ആത്മഹത്യക്ക് പല കാരണങ്ങളുണ്ടാവും. ചില ആളുകൾക്ക് കടങ്ങളുണ്ടാവും, ചില ആളുകൾക്ക് ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവും, ചില ആളുകൾക്ക് മാനസികപരമായിട്ട് എന്തെങ്കിലും വിഷയം വരുമ്പോൾ അതിനെ ചെറുത്ത് നിൽക്കാൻ പറ്റാതെ ചെയ്യുന്ന കാര്യങ്ങളാണോ. പക്ഷേ ഭർത്താവിൻ്റെ വീട്ടുകാരുമായി ഒത്തുപോകാൻ കഴിയാതെയും അതുപോലെ ഭർത്താവിൻ്റെ അമ്മയുടെയും ക്രൂരതകൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അല്ലെങ്കിൽ ചെറുത്ത് നിൽക്കാൻ കഴിയാതെ ആത്മഹത്യയ്ക്ക് ഒരുങ്ങുന്ന ഒരുപാട് കുട്ടികളെ അല്ലെങ്കിൽ ഒരുപാട് പെൺകുട്ടികളെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഓരോ ന്യൂസ് വരുമ്പോൾ എല്ലാവരും ആത്മഹത്യക്ക് ശ്രമിക്കാൻ വേണ്ടിയിട്ടല്ല ആ വീഡിയോസും ആ ന്യൂസൊക്കെ പുറത്തിറങ്ങുന്നത്. അവരതിൽ നിന്നൊക്കെ മുക്തി നേടാനും അവരത് അങ്ങനെ അനുഭവിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, അങ്ങനെ അനുഭവിക്കുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന് അവർ സേഫായിട്ടൊരു സ്ഥലത്തേക്ക് മാറണം. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഓരോ ആത്മഹത്യ വിവരങ്ങൾ ന്യൂസ് ചാനലുകളൊക്കെ ഇങ്ങനെ പുറത്ത് വിടുമ്പോൾ നമ്മൾ അതിലത്തെ പോസിറ്റീവ് മാത്രമാണ് എടുക്കേണ്ടത്. അല്ലാതെ ശരിയാണ്, ഒരു വഴിയില്ലല്ലോ, അവളും മരിച്ചു, എന്നാൽ പിന്നെ ഞാൻ അവളുടെ പിന്നാലെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ രീതിയിലല്ല പോകേണ്ടത്. ഇപ്പോൾ ഫസീലയ്ക്ക് സംഭവിച്ചത്, ഫസീലൻ്റെ ഭർത്താവും അവൻ ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷമായി, കുട്ടിക്ക് 10 മാസമായി. ഇപ്പോൾ രണ്ടാമതും പ്രഗ്നൻ്റ് ആയി എന്ന് പറഞ്ഞിട്ടാണ് ഇവളെ ശാരീരികപരമായും മാനസികപരമായിട്ടൊക്കെ ചൂഷണം ചെയ്ത് അല്ലെങ്കിൽ അടിക്കുകയും കുത്തുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ അറിഞ്ഞിട്ടില്ല, എൻ്റെ കുട്ടിയല്ല എന്നൊക്കെയാണ് പറയുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ നീ അറിയാതെ, നീ കൂടെ കിടക്കാതെ പിന്നെ എങ്ങനെയാണ് ആ കുട്ടി ഉണ്ടായത്? പിന്നെ അനാവശ്യമായിട്ട് ഒന്നുമില്ലെങ്കിൽ അവളെ നീ ഒഴിവാക്കാൻ ശ്രമിച്ചത് കൊണ്ടായിരിക്കാം അവൾ ഇങ്ങനെയൊരു ഗതികെട്ട ഒരു കാര്യം അവൾ ചെയ്തിട്ടുണ്ടാവാം. ഉറപ്പായിട്ടും നിന്നെയും നിൻ്റെ കുടുംബത്തെയും ആരൊക്കെ ഈ നിയമം വിട്ടാലും നിന്നെ ഒരിക്കലും പടച്ചവൻ്റെ കോടതി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കോടതി വെറുതെ വിടില്ല. പിന്നെ അവളും അതുപോലെ തന്നെ ഒരു അമ്മയില്ലാതാക്കി, ഒരു അമ്മയുടെ സ്നേഹമില്ലാതാക്കിയ ഒരു വൃത്തികെട്ട കുടുംബമാണ് നിൻ്റെ. എന്തായാലും ഫസീലയെ പോലെ ഒരുപാട് കുട്ടികൾ ഇപ്പോഴും ഓരോ കാര്യങ്ങൾ അനുഭവിച്ചിരിക്കുന്നുണ്ട്. പോടെ പുല്ലേന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വരണം, അപ്പോഴേ നമുക്കൊക്കെ ജീവിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ അവരെയൊക്കെ പേടിച്ചുകൊണ്ട് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ മക്കളാണ് അനാഥരാകുന്നത്. ദയവ് ചെയ്ത് അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ.